ഞാൻ കമൽ സാറിൻ്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ ആദ്യം സാറിൻ്റെ അടുത്ത് അഭിനയിക്കാനുള്ള ചാൻസാണ് ചോദിക്കുന്നത്. അത് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചോദിച്ചത്. അയൽവക്കാരനാണ്. അല്ല, സാറും ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്നത് എൻ്റെ വളരെ ചെറിയ കാലഘട്ടത്തിൽ, അതായത് LKG വരെ. അത് കഴിഞ്ഞ് സാറ് തിരിച്ച് കൊടുങ്ങല്ലൂർക്ക് പോയി. ഞങ്ങൾ അവിടെ നിന്ന് മാറി കുറച്ചും കൂടി പൊന്നാനിയുടെ സിറ്റിയിലേക്ക് വന്നു. പുതുപൊന്നാനിയിലാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്നു. അപ്പോൾ പിന്നെ സാറ് കൊടുങ്ങല്ലൂരായി. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ചെട്ടിക്കാട് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് സാറിൻ്റെ വീട്ടിലേക്ക് കയറും. അങ്ങനെ ഒരിക്കൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സാർ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ജ്വല്ലറി ഉണ്ട്, നവരത്ന ജ്വല്ലറി. അതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് അവിടെ വന്നു. അപ്പോൾ സാറ് വരുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ പോയി സാറിനെ കാണാം, വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട്. അന്ന് ഡാഡിയുടെ കാലിലൊരു ആണി തുറച്ചിട്ട് പഴുത്തിരിക്കുക. അപ്പോൾ ഡാഡിക്ക് വരാൻ പറ്റില്ല. അപ്പം ഞാൻ പോയി സ്റ്റേജിൻ്റെ സൈഡിൽ കൂടെ കയറി സാറ് ഇരിക്കുന്നിടത്ത് എത്തിയിട്ട് സാറിനെ തോണ്ടി വിളിച്ചു, സാർ ഞാൻ ഷൈൻ, ചാക്കോ ചേട്ടൻ്റെ മോനാണ്, പണ്ട് അടുത്ത് വീട്ടിൽ താമസിച്ചിരുന്നത്. അപ്പോൾ സാറ്, ഓ ചാക്കോ ചേട്ടൻ്റെ മോനാണോ, ഓക്കെ എന്താ ഇവിടെ? ഇല്ല ഞങ്ങളുടെ വീട് ഇവിടെ അടുത്താണ്, സാറിനെ വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടി വന്നാൽ. ഓക്കെ, ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് സാറിനെയും കൊണ്ട് വീട്ടിലേക്ക് വന്നു. അന്ന് സാറ് അഴകിയ രാവണനൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ കാവ്യയുടെ കുട്ടിക്കാലം, മമ്മൂക്കയുടെ കുട്ടിക്കാലം, ശ്രീനിവാസൻ്റെ കുട്ടിക്കാലം, അങ്ങനെ ഒരുപാട് കുട്ടിക്കാലങ്ങൾ. അപ്പോൾ സാറിൻ്റെ പടങ്ങളിൽ എപ്പോഴും ഒരു കുട്ടികളുടെ സാന്നിധ്യം കുറച്ച് കൂടുതലാണ്. അപ്പം ഞാൻ തിരിച്ച് സാറ് ചായ കുടിച്ച് പോകുന്നതിൻ്റെ ഇടയിൽ വണ്ടി എടുത്ത് ബാക്കിലേക്ക് ഇട്ടപ്പോൾ ഞാൻ സാർ അവിടെ വന്നിട്ട് പറഞ്ഞു, സാർ എനിക്ക് അഭിനയിക്കാൻ ഒരു ചാൻസ് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് തിരിച്ച് വണ്ടി ഗിയർ ഫസ്റ്റിലിട്ടിട്ട് എടുത്തു പോയി. എനിക്ക് എപ്പോഴും സ്കൂളിൽ പോകുന്ന സമയത്തുണ്ടായിരുന്ന ആ കൂടിയിട്ടുള്ള ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ, എനിക്ക് സിനിമയിൽ കയറാൻ സാറുണ്ട്, കമൽ സാറുണ്ട് എന്നുള്ള കോൺഫിഡൻസും എന്നെ സിനിമയിലേക്ക് കമലാണ് ഒരു പക്ഷെ ഒരു പിടിവള്ളി. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട് സിനിമയിൽ, എപ്പോൾ ചെന്നാലും സിനിമയിൽ കയറാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിൽ. അങ്ങനെ +2 പരീക്ഷയ്ക്ക് മുന്നേ അതിൻ്റെ സ്റ്റഡി ഹോളിഡേയ്സ് നടക്കുന്ന സമയത്ത് ഞാൻ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്താണ് നീ +2 കഴിഞ്ഞിട്ടുള്ള പരിപാടി? കാരണം എനിക്ക് പഠിക്കാനായിട്ടുള്ള താല്പര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല ഈ 12 വർഷം. മമ്മിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഉള്ളത് ഈ കലാപരമായിട്ടുള്ള മോണാക്ട്, മിമിക്രി, കഥാപ്രസംഗം പോലെയുള്ള പരിപാടികൾ, യൂത്ത് ഫെസ്റ്റിവലുകളാണ്. അപ്പോൾ മമ്മി പറഞ്ഞു, എന്താണ് പരിപാടി? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കമൽ സാറിൻ്റെ കൂടെ സിനിമയിൽ കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ സാറിനെ പോയി എന്നുള്ള രീതിയിൽ സാറിനെ കാണാനായിട്ട് കൊടുങ്ങല്ലൂർ എത്തിയപ്പോൾ അവിടെ ഇല്ല, സാറ് ഷൂട്ടിലാണ്, എറണാകുളത്താണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സാറിൻ്റെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് നമ്പറും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി എറണാകുളത്തേക്ക് പോയി. എറണാകുളത്തെത്തിയപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എറണാകുളത്തേക്ക്. 12ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിട്ടാണ്? അല്ല, പരീക്ഷ മുമ്പ്. സ്റ്റഡി ലീവിൽ. കാരണം പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പരിപാടി നമ്മൾ പിടിച്ചില്ലെങ്കിൽ നമ്മൾ അടുത്ത പഠനത്തിലേക്ക് കയറും, നമ്മളെ കൊണ്ടുപോകും. അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ലോക്കാണ്, മനസ്സിലായ? പിന്നെ അത്ര ദീർഘമായിട്ട് ചിന്തിച്ചിരിക്കണം. കാരണം +2 വരെ നമ്മൾ പഠിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനോടനുബന്ധിച്ചുള്ള പഠനമാണ് പിന്നെ ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് താല്പര്യം ഇതാണ്. പിന്നെ സാറിനെ കാണാൻ എറണാകുളത്തെത്തി. എറണാകുളത്തേക്ക് അന്ന് ഞങ്ങൾ കൊടുങ്ങല്ലൂര്, പറവൂര് ആ വഴി ബസ്സുണ്ട് പൊന്നാനിന്ന്, പൊന്നാനി, ചാവക്കാട്. അങ്ങനെ എറണാകുളത്തേക്ക് ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യണത്. അപ്പോൾ എറണാകുളത്ത് വന്നിട്ട് ഇവിടെ കലൂരാണ് വന്നിറങ്ങുന്നത്. അവിടെ വന്നിറങ്ങിയിട്ട് ഷൂട്ടിങ്, അന്ന് മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഞാൻ അടുത്തുള്ള ഒരു പെട്ടിക്കടയിൽ വെച്ച് ഷൂട്ടിങ് എവിടെയും നടക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഫോർട്ട് കൊച്ചിയിലാണ് ഷൂട്ടിങ് നടക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് ഫോർട്ട് കൊച്ചി ബസ്സിൽ കയറി ഫോർട്ട് കൊച്ചി ചെന്നിറങ്ങി അവിടെ ഒരു കടയിൽ ചോദിച്ചു, ഇവിടെ ഷൂട്ടിങ് എവിടെയും നടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു മറ്റേ സ്ട്രീറ്റിലാന്ന് പറഞ്ഞു. അങ്ങനെ സ്ട്രീറ്റിലെത്തി പറഞ്ഞു, അയ്യോ അവരിപ്പോൾ തന്നെ അങ്ങോട്ട് പോയിട്ടുള്ളൂ, മറ്റേ സ്ട്രീറ്റിലേക്ക് പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മറ്റേ സ്ട്രീറ്റിലെത്തി. പ്രിൻസസ് സ്ട്രീറ്റ് ഒക്കെ ആയിരിക്കും അവിടത്തുള്ള സ്ട്രീറ്റുകൾ, അന്ന് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അയ്യോ അവർ തിരിച്ച് എറണാകുളത്തേക്ക് ഇപ്പോൾ ഷിഫ്റ്റ് ആയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് എറണാകുളത്തേക്ക് ബസ് കയറി അവിടെ ഇറങ്ങിയിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഷൂട്ടിംഗുകാർ ഇപ്പോൾ അതാ ഈ ഹോട്ടലിലേക്ക് പോകണുണ്ട് ഗോകുലം പാർക്കിൽ. അപ്പോൾ നോക്കുമ്പോൾ യൂണിറ്റ് ബസ്സൊക്കെ എടുക്കണം, സന്തോഷം, അവിടെ ഉണ്ട് ഷൂട്ടിംഗ് എന്ന് വിചാരിച്ചു. അപ്പോൾ ഹോട്ടലിൽ കയറി മുകളിലെത്തിയപ്പോൾ ഞാൻ സൈഡിലെ ഈ സ്റ്റെപ്സ് വഴിയാണ് കയറുന്നത്. കേബിൾ ഇട്ടിട്ടുണ്ട് അവിടെ, യൂണിറ്റുകാർ കേബിൾ വലിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടിയാണ് കയറുന്നത്, ലിഫ്റ്റിൽ കൂടിയല്ല. അപ്പോൾ യൂണിറ്റുകാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ചായ വരുന്ന സമയം ഈവനിങ് ടൈമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കയറി വരുമ്പോൾ എന്താണ് ഞാൻ കമൽ സാറിനെ കാണാനാണെന്ന് പറഞ്ഞു. സാറിനെ കാണാനാണ്, ഓക്കെ. മുകളിലേക്ക് കടത്തി വിട്ടു. അവിടെ ചെന്നപ്പോൾ ഒരു കോറിഡോറിൽ ലൈറ്റ്സ്, ഒരു തിക്കും തിരക്കും ബഹളവും, അപ്പുറത്തായിട്ട് ദിലീപേട്ടനും
നവീനാരും മഞ്ജുവാര്യരൊക്കെ നിൽക്കും, അല്ല മഞ്ജുവാര്യരല്ല മീര ജാസ്മിനൊക്കെ നിൽക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു പടപ്പം അങ്ങോട്ട് തുടങ്ങി. ആദ്യമായിട്ടാണ് ഞാൻ ഷൂട്ടിംഗ് ഒക്കെ കാണുന്നത്. അപ്പോൾ നോക്കുമ്പോൾ സാറിനൊന്നും കാണാനില്ല. പെട്ടെന്ന് എല്ലാവരും എന്നിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുന്നു. ഭയങ്കര സന്തോഷം. വെച്ചാൽ എന്താ സംഭവം മനസ്സിലായില്ല. അപ്പോൾ സാറ് പെട്ടെന്ന് കയറി. അപ്പോൾ സാറ് പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? പാക്കപ്പായി പോവാം. പാക്കപ്പായ പിന്നെ ആരും അവിടെ നിൽക്കില്ല, പടപടപ്പെന്നിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ സാറ് പെട്ടെന്ന് ഓടി ലിഫ്റ്റിലേക്ക്. ഞാൻ നോക്കുമ്പോഴേക്കും ലിഫ്റ്റിലേക്ക് കയറി. ഒരു തിരക്ക് വരുന്നത് കണ്ടു. അങ്ങനെ തന്നെ ആ തിരക്ക് ലിഫ്റ്റിന്റെ അവിടേക്ക് പോകുന്നു. സാറ് ചുറ്റും ആൾക്കാരുണ്ടാവില്ല എപ്പോഴും. അപ്പം ഞാൻ വേഗം ലിഫ്റ്റിനകത്ത് കയറി. ലിഫ്റ്റ് ഡോർ അടഞ്ഞു നോക്കി. സാറ് ഇവിടെ സുഖുവേട്ടൻ, ക്യാമറാമാൻ സുഖുവേട്ടൻ, രണ്ടുപേരും എല്ലാം വലിയ വലിയ ബിഗ് ആൾക്കാർ നമ്മുടെ. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഞാൻ ചാക്കോച്ചേട്ടൻ്റെ മോൻ പൊന്നാനിലുള്ള. വീണ്ടും അതേ ഡയലോഗ്, നീ എന്താ ഇവിടെ? അല്ല സാർ, ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വന്നതാ. നീ എപ്പോ വന്നു? ഞാൻ ഫോട്ടോ ചെയ്ത് വന്നു. അപ്പോൾ അവിടെ നിന്നാണ് പറഞ്ഞു വിട്ട് ഇവിടെയാണ് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു, സാറിൻ്റെ മകനും ഞാൻ ഒരേ പ്രായമാണ്, ഒരേ കാലഘട്ടമാണ്. അപ്പോൾ സാറ് പറഞ്ഞു +2 പരീക്ഷ നടക്കല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു പരീക്ഷ തുടങ്ങിയിട്ടില്ല, ഇപ്പോൾ സ്റ്റഡി ലീവാണ്, പോയി പരീക്ഷ എഴുതിട്ട് വാടാന്ന് പറഞ്ഞു. അങ്ങനെ അത് പോയി പരീക്ഷ എഴുതിട്ട് വാടാ എന്ന് സാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ വാടയിലാണ് നമുക്ക് പിടിച്ചത്. ആ വാടയിൽ ഞാൻ പിടിച്ചു. പിന്നെ ഞാൻ പരീക്ഷ എഴുതി. പിന്നെ ഞാൻ സാറിനെ വിളിച്ചിട്ടേ ഇല്ല ഫോണിൽ. വാട എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എങ്ങാനും ഇനി ഫോൺ വിളിച്ച് ചോദിച്ച് അയ്യോ ഇപ്പം പറ്റില്ല എന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ പത്രത്തിലാണ് കാണുന്നത്. അടുത്ത ആഴ്ച മുതൽ അടുത്ത പടത്തിൽ നോക്കാന്ന് പറഞ്ഞിട്ടാണ് സാറിന് പറഞ്ഞത് പരീക്ഷ എഴുതിട്ട് പാടാം. അപ്പൊ പത്രത്തിൽ കാണണം നമ്മൾ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു. കമലിന്റെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വിളിച്ചു ചോദിക്കാനൊന്നും നിന്നില്ല. നേരെ ഷൂട്ടിംഗ് തുടങ്ങണമെന്ന് ലൊക്കേഷനിലെത്തിയപ്പോ അവിടെയാണ് ഭയങ്കര തിരക്ക്, ഒരുപാട് കുട്ടികൾ. അപ്പൊ ഞാൻ വിചാരിച്ചു ഷൂട്ടിംഗ് കാണാനുള്ള തിരക്ക് കണ്ടുപിടിച്ചു. സാറിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചില്ല, ഞാൻ നേരിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത് ലൊക്കേഷനിൽ. ഇനി എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അല്ല പോയി അടുത്ത പടത്തിന് വരാം, പരീക്ഷ എഴുതിട്ട് പോകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പിന്നെ അടുത്ത പടം സെറ്റിൽ ജോയിൻ ചെയ്തു. ഞാൻ ജോയിൻ എന്ത് ജോലി ചെയ്തു? അതാണ് ഞാൻ പറയുന്നത്. അടുത്ത ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാറിപ്പോ ജിഷ്ണുവിനും സിദ്ധുവിനും ഇങ്ങനെ ഹോട്ടൽ ക്യാൻറ്റീനിലേക്ക് കയറുന്ന ഒരു സീക്വൻസ് ഒക്കെ കാണിച്ചു. ആ ഷോട്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് രേണുക മേനോന്റെ ഒരു ഷോട്ട് എടുക്കാനായിട്ട് ഒരു സ്റ്റേഡിയത്തിന്റെ മരത്തിന്റെ അവിടേക്ക് വന്നു. അപ്പോൾ ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഇട്ട് കൊടുക്കുന്നു, അങ്ങനെ ഒരു സാധനം ഇട്ട് കൊടുക്കുന്നു, അങ്ങനെ ഒരു സാധനം ഇട്ട് കൊടുക്കുന്നു, ഇതിലൂടെയൊക്കെ നടക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇതൊക്കെ എന്താ പരിപാടി? എന്നിട്ട് ക്യാമറ വെക്കുന്നു, സാറ് ഇവിടെ നിന്ന് ഇപ്പുറത്ത് കൈ കാണിക്കുന്നു, ഇതിൽ നോക്കി പറയണം. ഇതിൽ നോക്കി പറയാം. അപ്പൊ അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ എവിടെ പോയി? നമ്മൾ സിനിമ കാണുമ്പോൾ എല്ലാവരും ഉണ്ടെന്നാണ് വിചാരിക്കണത്. ഷൂട്ടിംഗ് കാണുമ്പോഴാണല്ലോ മനസ്സിലാക്കണേ. ലുക്ക് കൊടുത്തിട്ട് ക്ലോസ് എടുക്കുമ്പോൾ വേറെ ആക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല, കയ്യിൽ നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എനിക്ക് പുതുമയാണ്. അപ്പൊ ഒരാൾ മുകളിലേക്ക് നോക്കി, ആ ലൈറ്റ് ഇപ്പൊ ഓപ്പൺ ആവും സാർ. ഇതൊക്കെ എന്താണ് നോക്കണം, ഷൂട്ടിങ്ങിൽ ശ്രദ്ധിക്കുന്നില്ല ഇവരാരും എന്നുള്ള സീൻ. അപ്പൊ സുഖേടും പറയുന്നുണ്ട് ആ ലൈറ്റ് അപ്പൊ കട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ആരുള്ള ഒരാള് കൊട പിടിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരു കൊട ഇരിക്കുന്നു. അപ്പൊ ഞാൻ ഷൂട്ടിങ്ങിലുണ്ട ആളാണല്ലോ, ഞാൻ ജോയിൻ ചെയ്തല്ലോ. ഞാൻ ഓടിച്ചൊന്ന് കൊട എടുത്ത് നിർത്തി ലൈറ്റ് കട്ട് ചെയ്തു. ഓക്കെ, ഇനി രേണുകം നടക്കുന്നതിനനുസരിച്ച് ആ ലൈറ്റ് കട്ട് ചെയ്ത് ട്രാവൽ ചെയ്യണം. അതായത് ഈ കൊടയും പിടിച്ച് ഞാൻ ട്രാവൽ ചെയ്യണം. അപ്പൊ കറക്റ്റ് ഓക്കെ. അങ്ങനെ 2-3 ഒരു ടേക്ക് കഴിഞ്ഞു. അപ്പൊ ഞാൻ വിചാരിക്കും എനിക്കൊരു ജോലി കിട്ടി ഷൂട്ടിങ്ങിന്റെ അവിടെ. അടുത്ത ടേക്കും കൂടി പോകണം. അപ്പൊ ടേക്ക് പോകും തോറും നമുക്ക് സന്തോഷമായി, ജോലി കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. മറ്റേ ഒരു ടേക്കിൽ ഓക്കെ ആയി കഴിഞ്ഞാൽ വർക്കൗട്ട് ആവില്ല. അപ്പൊ ഇത് കറക്റ്റ് ചെയ്ത് അപ്പൊ ആ ഷോട്ട് ഓക്കെ ശരി. അപ്പൊ തന്നെ ഫസ്റ്റ് ദിവസമാണ് നമ്മൾ ഷൂട്ട് തുടങ്ങിയത്. അപ്പൊ ഉച്ചയായപ്പോഴേക്കും ബ്രേക്ക് ചെയ്തു. ഫസ്റ്റ് ദിവസം അല്ലേ. അപ്പോൾ എല്ലാവരും പാക്കപ്പ് എന്ന് പറഞ്ഞിട്ട് അന്ന് സാറ് കാറിലേക്ക് കയറുമ്പോൾ ഞാൻ സാർ ഞാൻ ഷൈൻ പൊന്നാനിലുള്ള ചാക്കോച്ചേട്ടൻ്റെ മോൻ. നീ എന്താ ഇവിടെ? അല്ല ഞാൻ ജോയിൻ ചെയ്തു. നീ ജോയിൻ ചെയ്തു? എവിടെ ജോയിൻ ചെയ്തു? അല്ല ഞാനല്ല ഷോട്ടിൽ കൊട പിടിച്ചു. എന്താ ഷൈന നീ പറയണത്? നീ എന്തിനാ കൊട പിടിച്ചു? അല്ല ഞാൻ ഷൂട്ടിങ്ങിന് വന്നപ്പോ അവിടെ അന്ന് അവിടെ ക്യാമറ ചെയ്യുന്ന ചേട്ടൻ പറഞ്ഞു കൊട പിടിച്ചു അവിടെ കട്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഞാൻ കൊട എടുത്ത് കട്ട് ചെയ്തു. അപ്പൊ സാറ് പറഞ്ഞു എന്തൊക്കെയാണ് ഷൈന നീ ചെയ്യുന്നത്? അപ്പൊ ഞാൻ വിചാരിക്കുന്നത് സാർ എന്നെ കാണുന്നുണ്ടെന്നാണ്. സാർ അവിടെ ഉണ്ടല്ലോ, സാർ എല്ലാവരും ജനറലായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ശരിക്കും സാറ് നോക്കുമ്പോ അപ്പൊ സാർ എന്നെ കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കണം. ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലാകണം നമ്മള് ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഒന്നും നമ്മുടെ കണ്ണിൽ ഫോക്കസ്ഡ് ആവില്ല. അപ്പൊ സാറ് പറഞ്ഞു നീ ഹോട്ടലിലേക്ക് വരാൻ പറഞ്ഞു. സാറിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ആളെ കണ്ടത്. ശ്രുതി ഷോക്ക്ഡായില്ലേ? ഹോട്ടലിലേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ സാറ് താമസിക്കുന്ന ഹോട്ടലിൽ അവിടെ ചോദിച്ചു മനസ്സിലാക്കി. ലൂസിയ പാലസിലാണ് താമസിക്കുന്നത്.
ലൂസിയിലൊന്ന് താഴെ റിസപ്ഷനിൽ കമൽ സാറിൻ്റെ റൂം. അപ്പോൾ അവർ ഷൈൻ കാണാൻ വന്നിട്ടുണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യാൻ പറയാം. ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡേവിഡ് കാച്ചപ്പള്ളി പ്രൊഡ്യൂസർ ഇറങ്ങി പോകുന്നുണ്ട് റൂമിൽ. അപ്പോൾ എനിക്ക് റിസപ്ഷനിൽ കോൾ വന്നു, സാർ റൂമിലേക്ക് വിളിക്കണമെന്ന് തോന്നുന്നു. ഞാൻ ആ റൂമിലേക്ക് ചെന്നു. ഷൈന് അസിസ്റ്റൻസ് കൂടുതലാണ് ഈ പടത്തിൽ, പ്രൊഡ്യൂസറുടെ ആളുണ്ട്. പിന്നെ പറഞ്ഞു, സാർ ഒരു കുഴപ്പമില്ല, ഞാൻ ഡെയിലി വീട്ടിൽ നിന്ന് വന്നോളാം, ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു. സാർ അതല്ല ഷൈനെ, നമുക്ക് അടുത്ത പടം, സാർ അടുത്ത പടത്തിൽ നോക്കാന്നല്ലേ പറഞ്ഞു. അതാണ് ഞാൻ പിന്നെ ഈ പടത്തിൽ വന്നത്. ഞാൻ വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞൊക്കെ സെറ്റ് ആക്കിയിരുന്നു. സാറിന് ഒരു തരത്തിൽ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഞാൻ വീട്ടിൽ നിന്ന് വന്നോളാം, എനിക്ക് റൂം തരണ്ട, ഫുഡ് ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അതായത് ഞാൻ ലൊക്കേഷനിൽ വരും, ഇത് കാണും, കൊട പിടിക്കും, ലൊക്കേഷനിൽ വരണം, നമുക്ക് ഡെയിലി ഷൂട്ടിങ്ങിൽ ഇതിന്റെ ഭാഗമാണെന്ന് ആൾക്കാരോട് പറയണം. അല്ല, ഇതിൽ പങ്കെടുക്കണം, എനിക്ക് സിനിമയിൽ വർക്ക് ചെയ്യണം. സിനിമയിൽ എന്ത് വർക്ക് ഏത് വർക്ക് എന്നൊന്നും അറിയില്ല. സാറ് പറഞ്ഞു, ആ ശരി, ഞാൻ അസോസിയേറ്റിൻ്റെ അടുത്ത് പറയാം, നാളെ മുതൽ നീ വന്നു, ഞാൻ വീട്ടിൽ നിന്ന് വരാം, വേണ്ട ഞാൻ റൂം പറഞ്ഞോളാം. അങ്ങനെ ആദ്യത്തെ 2 ദിവസം ഞാൻ അമ്മയുടെ വീട് തൃശ്ശൂരാണ്, വീട്ടിൽ നിന്ന് വരും. പിറ്റേ ദിവസം രാവിലെ 2 ഡ്രസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് പൊന്നാനിയിൽ നിന്നാണ് ഞാൻ വന്നത്. അപ്പോൾ അമ്മയുടെ വീട്ടിൽ നിൽക്കാം എന്നുള്ള രീതിയിൽ അവിടുന്ന് ഷൂട്ടിങ്ങിന് പോവാം. അപ്പോൾ അന്ന് കവറിൽ പോയിട്ടാണ് പ്ലാസ്റ്റിക് കൂട്ടിലാണ് ഡ്രസ്സ് പോയിഞ്ഞിട്ട് വരും. അങ്ങനെ വന്നു. ലൊക്കേഷനിൽ വന്നപ്പോൾ തന്നെ ഫുൾ കോളേജും പരിപാടികളും, ക്യാമറ ആക്ഷൻ റോൾ എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്നത് സുഗീതേട്ടൻ തൊപ്പിയൊക്കെ ഇട്ടിട്ട് പാഡൊക്കെ പിടിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി ഇത് അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഇവിടെ വന്നേന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് നിന്നു. ഇവിടെ വന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നടന്നോളാം പറഞ്ഞു. അപ്പോൾ വിസിലടിക്കും, പാസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് നടക്കും. ഓക്കെ ഓക്കെ, അടുത്ത ഷോട്ട് വെച്ചു. എന്നിട്ട് സുഗീതേട്ടൻ ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് അങ്ങോട്ട് നടന്നോളാം പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുക. 2 ദിവസം ഇത് തന്നെ, ഇവിടുന്ന് അങ്ങോട്ട് നടക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുക, ബാക്കിൽ ഓടുക, ഫുൾ പാസിങ്. 2 ദിവസം കഴിഞ്ഞിട്ട് സുഗീതേട്ടൻ സെലീക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാം, പുതിയൊരു അസിസ്റ്റന്റ് ഡയറക്ടർ വന്നിട്ടുണ്ട് സാറ് പറഞ്ഞു. ഇതുവരെ അവനെ പോയിട്ടുണ്ടായിരിക്കും തിക്കും തിരക്കും ബഹളൊക്കെ കണ്ടപ്പോൾ. പിന്നെ പറഞ്ഞു, അല്ല ഞാനാണ് പുതിയത് വന്നിട്ടുള്ള ഷൈൻ. സുഗീത് പറഞ്ഞു, നീ പപ്പ ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലേ? അല്ല, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ. എന്നാ പിന്നെ അതൊന്ന് പറഞ്ഞുകൂടെ, പിന്നെ എന്തിനാ ഈ പാസിങ് ആണെന്ന്. അപ്പം ഞാൻ, അല്ല സുഗീതേട്ടൻ, ഞാൻ വിചാരിച്ചു ഇതൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറുടെ ജോലിയാണെന്ന്, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടതൊക്കെ എന്നെ വരെ ജോലി ചെയ്യിപ്പിക്കുകയെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എടാ, ഇത് അവര് നിനക്ക് വേറെ ജോലി തരാം, നീ ഇങ്ങോട്ട് വാ. അതായത് ഈ പാസിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യേണ്ടത് നമ്മളാണ്. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടത് ഡ്യൂട്ടീസ് ആണ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഷൂട്ടിങ് കാണുന്നത്.